അങ്ങനെ നമ്മുടെ ഹൽദിയൊക്കെ അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ വേണ്ട അടുത്ത പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, അടുത്ത ദിവസത്തേക്ക് പുടവ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടിയൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പം അടുത്ത ദിവസമാണ്, രാത്രിയിലാണ്, സമയം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഹൽദി ഇടുന്ന രാത്രിയിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം അടുത്ത ദിവസം നമ്മൾ തിരക്കിൽ പെട്ടിട്ട് ഇതൊന്നും വിട്ടുപോകുകയോ ഇല്ലെങ്കിൽ ആ ധൃതിയിൽ ചെയ്യരുത്, ആ ഒരു സമയം എടുത്ത് നമ്മളെല്ലാം എൻജോയ് ചെയ്ത് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള വെഡ്ഡിങ് സാരി, ബ്ലൗസ്, പിന്നെ അതിൻ്റെ ഇന്നേഴ്സ്, ചെപ്പൽ, പിന്നെ അല്ലാതെ ചടങ്ങിന് വേണ്ടി കുറച്ച് ഐറ്റംസ് കൊണ്ടുപോകല്ലോ. എന്താണ് ഈ വാൽക്കണ്ണാടി, പിന്നെ പൗഡർ, പിന്നെ ലിപ്സ്റ്റിക്ക്, കൺമഷി, പിന്നെ ചീപ്പ്, പിന്ന്, ഹെയർ പിന്ന്, ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകാറില്ലേ. ശരിക്കും ഇതിനകത്ത് ഇവർ ഈ വെഡ്ഡിങ് സാരി, ബ്ലൗസ്, ഇന്നേഴ്സ്, ചെപ്പൽ ഇത് മാത്രമാണ് കേട്ടോ വിവാഹ ദിവസം നോർമലി ഞാൻ കണ്ടിട്ടുള്ളത് ബ്രൈഡ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതായത് ഈ ലിപ്സ്റ്റിക്ക്, കാജൽ, ഹെയർ പിന്ന്, ഇതൊക്കെ നമ്മൾ എന്താണ് ബ്യൂട്ടീഷ്യൻ കൊണ്ടുവരുന്നതല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഇതൊക്കെ ഏതെങ്കിലും കുട്ടികൾ എടുക്കില്ല, അവിടെയൊക്കെ തട്ടിക്കള, ഇതൊക്കെയാണല്ലോ നോർമലി സംഭവിക്കുന്നത്. പിന്നെ ഗൗരിക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് മാത്രമാണ് കേട്ടോ നമ്മളുടെ പുടവയുടെ ആഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പുടവ കൊടുക്കുന്നത്. ഇല്ലേ, ഞാനായിട്ട് മുൻകൈ എടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം എനിക്ക് ഓൺ ബ്രദേഴ്സ് ഇല്ല, നമ്മുടെ കസിൻ ബ്രദേഴ്സ് ഒന്നും ഒരു വിവാഹപ്രായം എത്തിയവരും അല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രസന്റ് മൊമെന്റ് എങ്ങനെ എൻജോയ് ചെയ്യാം എന്നത് മാത്രമായിരുന്നു കേട്ടോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ചടങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.